വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി മുസ്ലിം ലീഗ് പരസ്യധാരണയുണ്ടാക്കിയേക്കില്ല. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിലേതുപോലെ പിന്തുണ നൽകിയാൽ നിരസിക്കുകയുമില്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ചില പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗുമായി വെൽഫെയർ പാർട്ടി ധാരണയുണ്ടാക്കിയിരുന്നു. വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയ ഇടങ്ങളിൽ UDF സഹായിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അത്തരം ധാരണാ ചർച്ചകൾ വേണ്ടെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗിലെ പ്രധാന നേതാക്കൾ. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നതിൽ സമസ്തയ്ക്കും രണ്ട് പ്രധാന മുജാഹിദ് വിഭാഗങ്ങൾക്കും വിയോജിപ്പുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിനെതിരെ തങ്ങൾ നിരന്തരമായി പൊരുതുന്നവരാണെന്നാണ് KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അംഗസംഖ്യയിൽ വളരെ കുറവുള്ള ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി സുന്നി മുജാഹിദ് വിഭാഗങ്ങളെ പിണക്കുന്നത് മുസ്ലിം ലീഗിന് തിരിച്ചടിയാവും. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തെ KNM നേരിട്ട് അതൃപ്തി അറിയിച്ചതാണ്. വെൽഫെയർ പാർട്ടിയുടെ നിലപാടുകളുമായി മുസ്ലിം ലീഗിന് യോജിപ്പില്ലെന്ന് ചൊവ്വാഴ്ച കോഴിക്കോട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ MK മുനീർ MLA വ്യക്തമാക്കിയിരുന്നു. ജമാഅത്ത് ഇസ്ലാമിയുമായി ആശയപരമായ ഭിന്നതയുണ്ടെന്ന് നിലമ്പൂരിൽ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന്റെ തുടർച്ചയായാണ് MK മുനീറിന്റെ ഈ പ്രസ്താവന. MK മുനീറും KM ഷാജിയും മുസ്ലിം ലീഗിലെ ശക്തരായ ജമാഅത്ത് ഇസ്ലാമി വിമർശകരാണ്. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി ഇത്തരത്തിൽ പറയുന്നത് ആദ്യമായാണ്. അതേസമയം CPM PDPയുടെ പിന്തുണ സ്വീകരിച്ച സാഹചര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമി വിഷയത്തിൽ അവർ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ഗൗരവമായി കാണേണ്ടതില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അതേസമയം PV അൻവറിനു മുന്നിൽ മുസ്ലിം ലീഗ് വാതിൽ കൊട്ടിയടച്ചിട്ടുമില്ല. അൻവർ ഒരു ഫാക്ടർ ആണെന്ന ബോധ്യം നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ടെന്ന് ET മുഹമ്മദ് ബഷീർ പറയുന്നു. അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് UDF അടിത്തറ വിപുലമാക്കണം. സമാന ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തേണ്ടത് ചർച്ച ചെയ്യണം. എല്ലാം പോസിറ്റീവായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും സ്വാഭാവികമായും കക്ഷിബന്ധങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാകും. ലീഗ് എല്ലാ കാര്യത്തിലും മുൻകൈ എടുക്കാറുണ്ട്. നിലമ്പൂർ ഇലക്ഷൻ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇനി കാര്യങ്ങൾ വിലയിരുത്തേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വിജയത്തിൽ അൻവർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഇനി ആരും പറയില്ലെന്നാണ് VD സതീശൻ പറഞ്ഞത്. ആ വാതിൽ അടച്ചു. അൻവറുമായിട്ടുള്ള MK മുനീറിന്റെ ചർച്ചയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതൊക്കെ ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നല്ല ക്ലാരിറ്റിയുള്ള വ്യക്തിയാണ് MK മുനീർ എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതേസമയം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സൂചികയെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. മാത്രമല്ല PV അൻവറിന്റെ കാര്യത്തിൽ ലീഗ് മുൻകൈ എടുത്തിട്ടില്ല എന്നും കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞത് ലീഗാണെന്നും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം PV അൻവർ വിഷയം കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് AP അനിൽകുമാർ പ്രതികരിച്ചത്. അൻവർ അടഞ്ഞ അധ്യായമാണെന്നതാണ് UDFന്റെ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.